ഹലോ നമസ്കാരം, എല്ലാവർക്കും ആൻസ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റിങ്ങിൻ്റെ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ക്രോഷറ്റ് ഒരുപാട് അറിഞ്ഞിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ബേസിക് സ്റ്റിച്ച് ആയിട്ടുള്ള സിംഗിൾ ക്രോഷറ്റ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ തൊപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ 5mm ഹുക്കാണ്, പിന്നെ ഒരു യാണാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയിൻ ഇടാം. ക്രോഷറ്റിൻ്റെ എല്ലാ ബേസിക് സ്റ്റിച്ചസിനെ പറ്റിയിട്ട് ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് 81. നിങ്ങളിത് ചെയിൻ സ്റ്റിച്ച് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തലയുടെ മേൾഭാഗം, അതായത് തൊപ്പിയിടുന്ന ആ ഭാഗത്തെ ഒന്ന് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം കിട്ടുന്ന രീതിയിൽ വേണം നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് 81 വേണം. ഓരോരുത്തരുടെ തലയുടെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കില്ല, അപ്പം അതാണ് മെഷർമെൻറ്റ് പറയുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് എടുക്കാം. ചിലവർക്ക് 51 മതി ഉണ്ടാവും. എന്നപ്പം നമ്മുടെ ആ ഒരു സൈസ്, തൊപ്പീൻ്റെ ആ ഒരു ബാൻഡ് വരുന്ന സ്ഥലത്തിൻ്റെ സൈസ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എനിക്കിവിടെ 81 ആണ്. അപ്പം നമുക്ക് 81 എണ്ണം ചെയ്യാം. നിങ്ങളെ തലയുടെ അളവിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് +1 ചെയ്യണേ. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് ലൂപ്പിലേക്ക് രണ്ടാമത്തെ ഇത് മുതൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ +1 എടുത്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷറ്റ് മാത്രം ബാക്ക് ലൂപ്പിൽ മാത്രം ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഈ എൻഡ് വരെ ചെയ്തിട്ട് വരാം. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചുരുണ്ട് പോകുന്നതൊന്നും നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെയിൻ 1 ചെയ്യാം. നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് നമ്മൾ ഈ ഫുൾ ലൂപ്പിൻ്റെ അകത്ത് കൂടെ വർക്ക് ചെയ്യണ്ട, ജസ്റ്റ് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം സിംഗിൾ ക്രോഷറ്റ് എടുത്താൽ മതി. ഈ സെയിം പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അപ്പുറം എൻ്റെ എത്തുന്ന സമയത്ത് ഒരു ചെയിൻ ചെയ്യുക, ഇത് തിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 70 റോസ് ഉണ്ടാക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, ഇത് മുഴുവൻ ചെയ്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം വലുപ്പം മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെ കൈയാണെങ്കിൽ ഇത്രയും 72 റോ ആണ് ഞാൻ ചെയ്തത്. നമ്മൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് നടുമടക്കാം. നടുമടക്കിയതിന് ശേഷം ഇതിന് നേരെയുള്ള ഈ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ആയിരുന്നു. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ഇതുവരെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഇനി ഇത് ജോയിൻ്റ് ആക്കുന്നതിൻ്റെ കൂടി ജോയിൻ്റ് ആക്കി തന്നെ എടുക്കുക. എന്നിട്ട് ഇത് ഫാസ്റ്റൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നീളത്തിൽ വെക്കണേ, നമുക്ക് ഈ ഒരു ഭാഗം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒന്നിവിടെ ഈ ഒരു ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. ഇനി ഇത് നമുക്ക് വേണ്ട, മാറ്റി വയ്ക്കാം. ഞാൻ നീഡിലാണ് വേണ്ടത്. ഇനി ഇത് കോർക്കുക. നമ്മൾ സൂചി കോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെയറിനുള്ളിൽ കൂടെ നമ്മൾക്കിങ്ങനെ എടുത്തിട്ട് വരാം. ഫുള്ളായിട്ട് എടുത്തിട്ട് വരണേ. അങ്ങനെ നമുക്ക് എത്തുന്നത് വരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം. തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബട്ടൺ പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുക, നന്നായിട്ട് പിടിച്ച് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി തുന്നിയെടുക്കുക. ഈ ഒരു കേർവ്സിലൊക്കെ വരുന്നിടത്തേക്ക് ഒന്നും കൂടി തുന്നിയെടുക്കുക.
ഫുള്ളായിട്ട് തുന്നി സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് മുറിച്ച് കളയാം. ഇനി ഇതെന്ത് ചെയ്യുമെന്ന് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനൊരു ചെറുതാക്കി മടക്കും വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് തണുപ്പത്തിട്ട് പോയിട്ടുണ്ടെങ്കിലും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ചെവിയിലേക്ക് കാറ്റടിക്കുകയോ ഒന്നുമില്ല. നല്ല സുഖമാണ് ഇതിടാൻ വേണ്ടിയിട്ട്. ക്രോഷറ്റ് ഒരുപാട് അറിഞ്ഞിരിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ബേസിക് സ്റ്റിച്ചായിട്ടുള്ള സിംഗിൾ ക്രോഷറ്റ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ തൊപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.